ശ്രീ രാജേന്ദ്രൻ പന്തളം, മാത്യു കുഴൽനാടന് വൻ തിരിച്ചടി. യഥാർത്ഥത്തിൽ ഇത്തരം അടിസ്ഥാനമില്ലാത്ത വാദങ്ങൾ എടുത്തു പൊക്കി ചർച്ച ചെയ്യുക, അത് ഏറ്റുപിടിച്ച് കൊണ്ടു നടക്കാൻ ചില മാധ്യമങ്ങൾ, അങ്ങനെ ചർച്ചയായി പരിക്കുകൾ ഏൽപ്പിക്കാൻ ശ്രമിക്കുക, അതിനുശേഷം ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്, ഇതിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കുന്നില്ല. അതേക്കെത്തുമ്പോൾ ഇതുപോലെ തിരിച്ചടിയായി കടന്നു പോകും. അപ്പോൾ ആർക്കും ചർച്ച ചെയ്യാൻ വേണ്ട. ഇത് കാലാകാലങ്ങളായി CPIM-നെതിരെ പ്രത്യേകിച്ചും അനുവർത്തിക്കുന്ന രീതിയാണ്. ഇവിടെ നോക്കൂ, CMRL കേസ് ഒരു തരത്തിലും അത്തരത്തിലൊരു അന്വേഷണത്തിന് യോഗ്യമായ ഒന്നും അതിലില്ല എന്ന് കണ്ടെത്തുന്നു. മാത്രമല്ല, ഇങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങൾക്കായി കോടതിയെ ഉപയോഗിക്കരുതെന്ന് കോടതിക്ക് ചെവിയിൽ നുള്ളേണ്ടി വരുന്നു. രാജേന്ദ്രൻ പന്തളം. അതെ അതെ, തീർച്ചയായിട്ടും ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത് സുപ്രീം കോടതി തള്ളിക്കഴിഞ്ഞാണ്. പിന്നെയും വിജയം ആഘോഷിക്കുന്നതിന്റെ അർത്ഥത്തിലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വ്യക്തിപരമായിട്ട് തള്ളിയത് തന്നെ അതൊരു ലോക്കൽ സ്റ്റാൻഡിൽ തന്നെയാണ് എന്റെ അർത്ഥം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട, നമ്മൾ വ്യക്തിനിഷ്ഠമല്ലാതെ വസ്തുനിഷ്ഠമായിട്ട് ഇതിലേക്ക് വരുമ്പോൾ ഒരു വസ്തുനിഷ്ഠ സാഹചര്യം എന്ന് പറയുന്ന 2 തെരഞ്ഞെടുപ്പുകൾ ഇപ്പൊ കേരളത്തിൽ ഉടനെ വരാൻ പോകും. അപ്പോ ഇതാണ് നേരത്തെ KM ഷാജിയുടെ കാര്യത്തിൽ, ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഈ പാർട്ടി ഇദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുമെന്ന് ഒരു സംശയം ഇദ്ദേഹത്തിന് ഉണ്ടാവും. ആ സംശയം അപ്പൊ ഇത് സുപ്രീം കോടതിയിൽ ഇത് ഫയലിൽ സ്വീകരിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ അദ്ദേഹത്തിന് ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റിന് വേണ്ടി നടത്തിയ ദയനീയമായ ഒരു ശ്രമം എന്നേ പറയാനുള്ളൂ. ഇവിടെ ഓർക്കേണ്ട കാര്യം, ED-യും അതുപോലെ തന്നെ കമ്പനീസ് ഫ്രോഡ് അന്വേഷിക്കുന്ന ഏജൻസിയും ഈ അന്വേഷണം ഉപേക്ഷിച്ചിട്ടില്ല. അന്വേഷണം തുടർന്നുകൊണ്ട് തന്നെ പോവുകയാണ്. അപ്പൊ അതിന്റെ ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് അവരെത്തട്ടെ, എന്നിട്ട് അതിനുശേഷം കേസ നടപടിക്രമങ്ങൾ കാലമേറെ എടുക്കും. പക്ഷേ ഇതുവരെയുള്ള വസ്തുതകൾ ഇപ്പോൾ സംസാരിക്കുന്ന യാഥാർത്ഥ്യമൊക്കെയാണല്ലോ സുപ്രീം കോടതിയിൽ പ്രതിഫലിച്ചത്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിനേക്കുന്ന തിരിച്ചടിയാണ്. താങ്കൾ ഈ പറഞ്ഞതുപോലെ മാത്യു കുഴൽനാടൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളുണ്ട് അതിൽ, അത് ശരിയാണ്. അതിനപ്പുറം പ്രതിപക്ഷത്തിനേക്കുന്ന ഏൽക്കുന്ന തിരിച്ചടിയാണ്. കാരണം നിരവധി കേസുകൾ, K-4ൻ്റെ കാര്യത്തിലായാലും മറ്റനവധി വിഷയങ്ങളിൽ പ്രതിപക്ഷം നിയമപരമോ രാഷ്ട്രീയവുമായോ കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുകയാണ്. ചെന്നിത്തലയ്ക്കും VD സതീശനും അടക്കം തിരിച്ചടി ലഭിക്കുകയാണ്. ആ തിരിച്ചടികളുടെ കൂട്ടത്തിൽ ഇതൊന്നുകൂടി ഒരാരോപണവും തെളിയിക്കാനാകുന്നില്ല. വെറുതെ പുകമറ സൃഷ്ടിച്ച് ചർച്ച ചെയ്ത് പോകുന്നു. കോടതിയിൽ തിരിച്ചടി കിട്ടുന്നു, ജനങ്ങളുടെ മുമ്പിൽ തെരുവീഥികളിൽ തിരിച്ചടി കിട്ടുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാത്യു കുഴൽനാടനേറ്റ ഈ തിരിച്ചടിയും കാണേണ്ടത് പ്രതിപക്ഷത്തിന് ഏൽക്കുന്നതല്ലേ ശ്രീ രാജേന്ദ്രൻ പന്തളം? അത് ഇങ്ങനെ ഈ പൊതു താല്പര്യ ഹർജിക്ക് വേണ്ടിയിട്ടുള്ള ഏർജ് അവിടെ നമുക്ക് പൊതുവെ ഉണ്ട്. കോടതിയുടെ സമയം വെറുതെ മെനക്കെടുപ്പിച്ചുകൊണ്ട് അതിലെ ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് പോകും. അവിടെ തന്നെ ഉണ്ട് കപിൽ സിബൽ, അതുപോലെ പ്രശാന്ത് ഭൂഷൺ, ഇങ്ങനെ കേസുകൾ കൊടുക്കാൻ വേണ്ടി തന്നെ കാവൽ നിൽക്കുകയാണ്. അവിടെ കാവൽ മാലാഖ പോലെ സുപ്രീം കോടതിയുടെ മുമ്പിൽ തന്നെ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സുപ്രീം കോടതിക്ക് ഉണ്ടാക്കുന്ന വ്യവഹാര ശല്യം ചെയ്യുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അപ്പൊ അത്തരം ഒരു കേസായിട്ട് മാത്രം ഇത് പരിഗണിച്ചു, തള്ളിക്കളഞ്ഞു, അവിടെ ആ കേസ് തീർന്നു. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്വാഭാവികമായിട്ട് നടപടിക്രമങ്ങളിലൂടെ കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അതിന്റെ ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് വരും. അപ്പോ ഇവിടെ അത് താങ്കൾക്ക് സമാധാനിക്കാം. പക്ഷെ ഇതുവരെയുള്ള വസ്തുതകൾ, നമ്മൾ ഹൈപ്പോത്തറ്റിക്കലായ കാര്യങ്ങൾ പറയണ്ടല്ലോ. ഇതുവരെയുള്ള വസ്തുതകളാണ് പറഞ്ഞത്, ഇതുവരെയുള്ള തിരിച്ചടികളാണ് പറഞ്ഞത്. ഞാൻ തിരിച്ചെത്താം ശ്രീ പന്തളം, ഞാൻ തിരിച്ചെത്താം.